الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعا ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പുതിയ ഒരു ഹിജറ വർഷത്തിൻ്റെ മുന്നിലാണ് നാം ഉള്ളത്. അഥവാ ഹിജറ വർഷം 1448 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്നർത്ഥം. ഹിജറ എന്ന വാക്ക് കേൾക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. സത്യത്തിൽ പലതരത്തിലുള്ള ത്യാഗങ്ങളെയും സമർപ്പണങ്ങളെയുമാണ് ആ പദം തന്നെ ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം നാടും വീടും സൗകര്യങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് ദീനിൻ്റെ സംരക്ഷണാർത്ഥം മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തവരാണ് മുഹാജിറുകൾ. നമുക്ക് ഏതെങ്കിലുമൊക്കെ ആളുകളോടോ അതല്ലെങ്കിൽ സാഹചര്യങ്ങളോടോ കൂടുതൽ താല്പര്യമുണ്ടായി കഴിഞ്ഞാൽ ആ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത പലതും നമ്മൾ ഒഴിവാക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ അതിലായിരിക്കും ഏറ്റവും താല്പര്യം. പക്ഷേ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ഇണകൾ അതുമല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും
അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ പടച്ച റബ്ബിന് വേണ്ടി ഞാൻ ഇന്നത് മാറ്റിവെച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അവിടെയാണ് ഹിജറയുടെ പ്രസക്തിയും മുഹാജിറുകളുടെ മഹത്വവുമൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അൽ ഹിജറത്തു ഹിയൽ ഇൻതിഖാലു മിനൽ ബലദിൽ മാതൃരാജ്യത്ത് നിന്ന് മാറിപ്പോവുകയാണ്. ലിൽ ഇസ്തിഖറാരി ഫീ ബലദിൻ ആഖർ, മറ്റൊരു നാട്ടിൽ പോയാൽ ഇവിടത്തേക്കാൾ സ്വസ്ഥതയായി അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, ഇബാദത്തുകൾ ചെയ്ത് കഴിയാൻ സാധിക്കുമെന്നറിയുമ്പോൾ ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ത്യജിച്ച് വേണ്ട എന്ന് വെച്ച് ദീനുമായി അല്ലെങ്കിൽ ഇബാദത്തുമായി പോകുന്ന ആളുകൾക്കാണ് മുഹാജിറുകൾ. ആ പോക്കിനാണ് ഹിജറ എന്ന് പറയുന്നത്. ദീനിന്റെ സംരക്ഷണാർത്ഥം നാടുവിടുന്ന ആളുകൾ. ഭൗതികമായ ലാഭങ്ങൾ മോഹിച്ചല്ല അവർ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് അവരുടെ നിയ്യത്തിനനുസരിച്ചാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവുക. ആ ഹദീസ് ഉണർത്തുമ്പോൾ തുടർന്ന് പറഞ്ഞത്, ഫമൻ കാനത്ത് ഹിജറത്തുഹു ലിദുനിയ യുസീബുഹാ, ദുനിയാവിലെ വല്ല നേട്ടങ്ങളും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ നാട് വിട്ടു പോകുന്നതെങ്കിൽ, അവിമ്രഅത്തൻ യൻകിഹുഹ, താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് അവിടെയുണ്ട്, അവളെ വിവാഹം കഴിക്കണം എന്ന നിയ്യത്തുമായിട്ടാണ് ഒരാൾ ദേശപരിത്യാഗം നാട് വിട്ടു പോകുന്നതെങ്കിൽ, ഫഹിജറത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവരുടെ ഹിജറ അവരെന്തുദ്ദേശിച്ചു പോയോ അതിന് മാത്രമായിരിക്കും. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടത് പടച്ച റബ്ബിന് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് വലിയ ത്യാഗവും അതേപോലെ അയാളുടെ ഈമാനിന്റെ സാക്ഷ്യപ്പെടുത്തലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി അവർ സ്നേഹിച്ചപ്പോൾ ആ റബ്ബ് ഇഷ്ടപ്പെടാത്ത എല്ലാം അവർക്ക് ത്യജിക്കുവാൻ, ഒഴിവാക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നതാണ് അവരുടെ ജീവിതത്തെ വ്യതിരിക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ത്യജിക്കലുകൾക്ക്, വേണ്ട എന്ന് വെക്കലുകൾക്ക് ഇസ്ലാമികമായി വലിയ സ്ഥാനമുണ്ട്, പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ നേട്ടമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർത്തു വെക്കേണ്ട സംഗതിയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിന് വേണ്ടി നമ്മൾ ത്യജിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നു, നമുക്ക് കൊതിയുണ്ട്. പക്ഷെ റബ്ബ് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ചിലപ്പോൾ നല്ല മ്യൂസിക്കിന്റെ പാട്ട് കേട്ട് അതിൽ ഒരു ലഹരി കൊള്ളുന്ന ആളുകളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്, പടച്ച റബ്ബിന് ഇഷ്ടമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മനസ്സും എന്റെ ശരീരവും ഒക്കെ കൊതിക്കുന്ന, താല്പര്യപ്പെടുന്ന അതാണ് എങ്കിലും ഞാനത് വേണ്ട എന്ന് വെക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ ചിലപ്പോൾ മദ്യപാനം ഒരു വീക്ക്നെസ്സായി അതിന് അഡിക്റ്റായി തീർന്ന ആളുകൾ ഉണ്ടാകും. പക്ഷെ അത് പടച്ച റബ്ബ് വിലക്കിയതാണ് എന്നറിയുമ്പോൾ അത് വേണ്ട എന്ന് വെക്കാൻ സ്വഹാബികളിൽ പലരും അവരുടെ ആദ്യകാല ജീവിതം പരിശോധിച്ചാൽ അറബികളുടെ ഒരു പൊതുവെയുള്ള സംസ്കാരത്തിന്റെ ഭാഗമായി മദ്യം അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. പക്ഷെ അള്ളാഹു വിലക്കിയ തിന്മയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലൂടെ കിട്ടുന്ന എത്രയോ ലാഭങ്ങൾ, നേട്ടങ്ങൾ വേണ്ട എന്ന് വെക്കാൻ, ആ മദ്യപാനത്തോട് നോ പറയാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ 2 തലങ്ങൾ പഠിപ്പിച്ചപ്പോൾ, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ നാട് വിട്ടുപോവുകയാണ്. ദീനിയായി ജീവിക്കാൻ, പടച്ച റബ്ബിന് മാത്രം ഇബാദത്തുകൾ ചെയ്ത് ദീനിയായ ചുറ്റുവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യമില്ലാത്ത നാടുകളിൽ നിന്ന് അതിന് പറ്റുന്ന സൗകര്യമുള്ള മറ്റു നാടുകളിലേക്ക് പോകുന്ന ദേശപരിത്യാഗം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു തന്നോട് വിലക്കിയതൊക്കെ വേണ്ട എന്ന് വെക്കുന്നവനാണ് ഒരു യഥാർത്ഥ മുഹാജിർ. അള്ളാഹു എന്നോട് ഇന്നത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്, പലിശയിലൂടെ, ഹറാമായ കച്ചവടത്തിലൂടെ എന്തെല്ലാം ലാഭങ്ങളാ, നേട്ടങ്ങളാ കിട്ടാനുള്ളത്. പക്ഷേ അത് ആത്യന്തികമായി എന്റെ റബ്ബിന് പൊരുത്തമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല, അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട. ദുനിയാവ് മൊത്തം കിട്ടിയാലും ഞാൻ അതിന് നിൽക്കുകയില്ല എന്ന് പറയാൻ സാധിക്കുന്നുവെങ്കിൽ അവരാണ് യഥാർത്ഥ മുഹാജിറുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹ്, നിങ്ങൾ പടച്ച റബ്ബിന് വേണ്ടി ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇല്ലാ അബ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു, അതിനേക്കാൾ ഉത്തമമായത് പടച്ച റബ്ബ് തരാതിരിക്കുകയില്ല എന്ന്. അള്ളാഹു എന്നോട് വിലക്കിയത് കൊണ്ട് എന്റെ മനസ്സ് കൊതിച്ചിട്ടും എന്റെ കൂടെയുള്ള ആളുകൾ അതിന് പ്രേരിപ്പിച്ചിട്ടും
ഞാൻ വേണ്ട എന്ന് വെക്കുന്നു, റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, എങ്കിൽ എന്റെ റബ്ബ് എനിക്ക് അതിനേക്കാൾ ഉത്തമമായത് തരും. ചിലപ്പോൾ ദുനിയാവിൽ തന്നെ തരും, ചിലപ്പോൾ പരലോകത്തായിരിക്കും. ഏതായിരുന്നാലും പടച്ച റബ്ബ് തരും എന്നതുള്ളത് തീർച്ചയാണ്. അത് പല രൂപത്തിലായിരിക്കും ആ നൽകുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ വൽ ഇവദു അൻവാഉൻ മുഖ്തലിഫ, അല്ലാഹു നമുക്ക് പകരം നൽകുന്നത് പല രൂപത്തിലായിരിക്കും, പല സംഗതികളായിരിക്കും. വഅജല്ലു മാ യുഅവ്വദു ബിഹി അൽ ഉൻസു ബില്ലാഹി വമഹബ്ബതുഹു, അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ പടച്ച റബ്ബിനോടുള്ള ഒരു ഇണക്കവും ഇഷ്ടവും, അള്ളാഹുമായിട്ടുള്ള വല്ലാത്ത അടുപ്പം, അതതിലൂടെ കിട്ടും. അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇന്നത് ചെയ്തു, അള്ളാഹു എന്നോട് വിലക്കിയത് കൊണ്ട് ഞാൻ ഇന്നത് വേണ്ട എന്ന് വെച്ചു. അങ്ങനെ ഒരു ത്യാഗത്തിന്റെ, ആ ഈമാനിന്റെയും സ്നേഹത്തിന്റെയും സത്യസന്ധമായൊരു പ്രകടനത്തിന് ഒരു വിശ്വാസി തയ്യാറായി കഴിഞ്ഞാൽ അയാൾ റബ്ബുമായി വല്ലാത്ത ഇണക്കത്തിലും അടുപ്പത്തിലുമായിരിക്കും. ആ റബ്ബിന്റെ സ്നേഹം അയാൾക്ക് കിട്ടും. വതുമഇനീനത്തുൽ ഖൽബി ബിഹി, മനസ്സിന് വല്ലാത്തൊരു റാഹത്തായിരിക്കും, മനസ്സിന് വല്ലാത്തൊരു തുമഇനീനത്ത്, സമാധാനം കിട്ടും. വഖുവ്വതുഹു വനശാതുഹു വഫർഹുഹു, മനസ്സിന് വല്ലാത്ത ശക്തിയും ഉന്മേഷവും ആഹ്ലാദവും സന്തോഷവും ഒക്കെ അതിന്റെ അനുബന്ധമായിട്ടുണ്ടാകും. അത് പടച്ച റബ്ബ് നൽകുന്നതാണ്. എപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി വല്ലതും വേണ്ട എന്ന് വെച്ചാൽ വരിളാഹു അൻ റബ്ബിഹി തആല, അതേപോലെ പടച്ച റബ്ബിന്റെ റിള കിട്ടും, അതേപോലെ തൃപ്തി ഉണ്ടാകും അള്ളാഹുവിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മാത്രമല്ല, മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ ഈ ത്യാഗത്തിന്, അള്ളാഹ്ക്ക് വേണ്ടി ഒരു കാര്യം വേണ്ട എന്ന് വെച്ചാൽ അത് നമ്മുടെ എന്തെല്ലാം ആഗ്രഹിക്കുന്നതും എന്തെല്ലാം ഭൗതികമായ ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കി തരുന്നതാണെങ്കിലും പടച്ച റബ്ബിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ആ സത്യപ്പെടുത്തലിന്റെ ഭാഗമായി വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ദുനിയാവിൽ തന്നെ അള്ളാഹു തിരിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ പല ചരിത്ര സംഭവങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു അസർ നമസ്കാരത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആ ഇബാദത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചു. എന്ത്? ദുനിയാവിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ചില സൗകര്യങ്ങൾ, കുതിര, അദ്ദേഹത്തിനൊരു വീക്ക്നെസ് എന്ന് പറയാവുന്നത് പോലെ ആ കുതിരയെ പരിചരിക്കുകയും ആ കുതിര അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് കവർന്നെടുത്ത ഒരു വസ്തുവായിരുന്നു. പക്ഷേ നമസ്കാരം, അതിന്റെ സമയം തെറ്റാൻ അത് കാരണമായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ആ കുതിരയെ അദ്ദേഹം അറുത്തു. എനിക്കിനി ആ കുതിരയുമായിട്ടുള്ള ബന്ധം വേണ്ട, എന്റെ റബ്ബുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ വിള്ളലേൽപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് തീരുമാനിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ കുതിരയെ അറുത്ത അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? സഖറല്ലാഹു ലഹു റീഹ യസീറു അലാ മത്നിഹാ ഹൈതു അറാദ്. ആ കുതിരപ്പുറത്ത് എവിടെയെല്ലാം ഓടിയെത്താൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നോ അതിനേക്കാളൊക്കെ ഈസിയായി, അതിനേക്കാളെല്ലാം എളുപ്പത്തിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യുവാൻ പര്യാപ്തമായ വിധത്തിൽ കാറ്റിനെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തേക്ക് അങ്ങ് നിന്നുകൊടുത്താൽ ആ കാറ്റ് അവിടെ കൊണ്ടുപോയി എത്തിക്കും. അങ്ങനെ അത്ഭുതകരമായ പടച്ച റബ്ബിന്റെ ഒരു തിരിച്ചു നൽകൽ, അള്ളാഹു പകരം നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ ഹിജറയുടെ ചരിത്രങ്ങൾ ഏത് നമ്മൾ പരിശോധിക്കുമ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിജറ, മുഹറം മാസത്തിന്റെ ചരിത്രം അതാണ് നമ്മെ അറിയിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ, അല്ലയോ മൂസ, നീയും നിന്റെ കൂടെയുള്ള ആളുകളും ബനൂ ഇസ്രായേല്യരും എന്ത് ചെയ്യണം? ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് നാട് വിട്ടു പോകണം. കാരണം ഫിർഔനും പട്ടാളവും ഒക്കെ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പോയി എന്നറിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നാലെ കൂടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സമയവും പിന്തിക്കാതെ നഷ്ടപ്പെടുത്താതെ നാട് വിട്ടുപോകണം. ഇസ്ലാമിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ, ആ വിശ്വാസത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ അങ്ങനെ പോവുകയാണ്. അങ്ങനെ നാടും വീടും എല്ലാം വിട്ടെറിഞ്ഞ് ഭരണാധികാരികളും അതേപോലെ തന്നെ അവരുടെ പരിവാരങ്ങളും ഒക്കെ എതിരായപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എല്ലാം ത്യജിച്ചു പോയ ഇസ്രായേലിയരുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു തന്നെ പറഞ്ഞത്, ശേഷം അവർ ആ ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കദാലിക വഔറസ്നാഹാ ബനി ഇസ്രായേൽ, നാം അവർക്ക് അനന്തരമായത് നൽകി. ഫറോവയെയും പട്ടാളക്കാരെയും ആ ചെങ്കടലിൽ അവരെ മുക്കി നശിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇസ്രായേല്യർ തിരിച്ചു വരികയാണ് ആ ഫലസ്തീനിലേക്ക്. ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്.
വീടും കുടുംബവും നാടും എല്ലാം വിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം വിട്ടിറങ്ങുകയാണ്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വാപ്പയുടെ ആക്രോശം, നാട്ടുകാരുടെ എതിർപ്പ്, ഭരണാധികാരികളുടെ ഭീഷണി എല്ലാം വകവെക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തം തേടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ മക്കയിൽ അന്ന് വെള്ളം കുടിക്കുവാൻ പോലും ഒരു സംവിധാനമില്ല. ആരോടെങ്കിലും ഒന്ന് മിണ്ടിപ്പറയുവാൻ ഒരു ജനവാസമില്ല, ഒരു തുണയില്ല, ഇണയില്ല. ആ സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യ ഹാജറിനെയും മകൻ പിഞ്ചു പൈതലായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും മക്കയിൽ കൊണ്ടുപോയി ആക്കുന്നത്. പകരം അള്ളാഹു കൊടുത്തതോ നിർഭയമായ നാട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടുകയാണ്. സെമിറ്റിക് മതങ്ങൾ എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതേപോലെ ആ പിഞ്ചു പൈതലിന് കുടിക്കാൻ വെള്ളമില്ലാത്തിടത്ത് അള്ളാഹു കൊടുത്ത അത്ഭുതകരമായ വറ്റാത്ത നീരുറവയാണ് സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും നമ്മൾ യഥേഷ്ടം കുടിക്കുന്ന സംസം എന്ന് പറയുന്ന അത്ഭുതകരമായ വെള്ളം. കണ്ടോ, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഒന്ന് ത്യജിക്കുവാൻ, ഒന്ന് ത്യാഗം ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ പടച്ച റബ്ബ് തരുന്നതിന് യാതൊരു കയ്യും കണക്കും ഉണ്ടാവുകയില്ല, പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് കിട്ടുമെന്നതാണ്. മറിയം ബീവി, അവരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ സഹിച്ച ത്യാഗം എത്രയാണ്, എല്ലാ വിധേനയുമുള്ള ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഖുർആൻ പറഞ്ഞത് അവരുടെ തന്നെ വാക്ക്, ഖാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയം മൻസിയ. ഒരു ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നു. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ സഹിക്കേണ്ടി വന്ന പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്ന കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു പോയതാണ്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് ഞാൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വകുൻതു നസിയം മൻസിയ, എല്ലാവരാലും വിസ്മരിക്കപ്പെട്ട മറിയം എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ആരും കേൾക്കാത്ത, ആരും പറയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമാറ് ഒരു സ്ത്രീ സഹിച്ച ത്യാഗത്തിന്റെ വേദനയുടെ എല്ലാം ആ വചനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. പക്ഷെ സഹോദരങ്ങളെ, പടച്ച റബ്ബ് തിരിച്ചു കൊടുത്തതോ അവർക്ക് കിട്ടിയതെന്താ? ഉലുൽ അസ്മിൽപ്പെട്ട ഏറ്റവും പ്രമുഖരായ 5 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന്റെ ഉമ്മയാകാനുള്ള ഭാഗ്യമാണ് അവർക്ക് കിട്ടിയത്. അതേപോലെ അവർക്ക് കിട്ടിയ സൽകീർത്തി, അവർക്കുള്ള പേരും പ്രശസ്തിയും എത്രത്തോളം എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമേ അള്ളാഹു പരാമർശിച്ചിട്ടുള്ളൂ, പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് മറിയം ബീവിയുടേതാണ്. അവരുടെ പേരിൽ ഒരു സൂറത്തുണ്ട്, സൂറത്ത് മറിയം. ഖിയാമത്ത് നാൾ വരെയും വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നത് വരെയും ലോകത്തുള്ള വിശ്വാസികളെല്ലാം അവരെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അവരുടെ ചരിത്രം പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇത്രമാത്രം അവർ സഹിക്കുകയും അതേപോലെ ഒന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരാലും മറന്നു പോകുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് എല്ലാവരാലും ഓർക്കുന്ന വിശ്വാസികളുടെ മാതൃകയായി, ഉപമയായി പടച്ച റബ്ബ് ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ ഒരു സ്ത്രീയായി അവർ മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്പമൊന്ന് സഹിക്കുവാനും ത്യജിക്കുവാനും തയ്യാറായതിന്റെ ചരിത്രമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതേപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, എത്രമാത്രം പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതും അവിടെ നിന്ന് അടിമച്ചന്തയിൽ വിൽപ്പനക്ക് വെക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. എന്നിട്ട് രാജകൊട്ടാരത്തിലേക്ക് എത്തിപ്പെട്ട യൂസുഫ് എന്ന് പറയുന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യ അവിഹിതമായ ഒരു വേഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ അതിന് വഴങ്ങാതെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത വൃത്തികേടിന് ഞാൻ നിൽക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുവാൻ സാധിച്ചപ്പോൾ അതിന്റെ ഫലമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഇങ്ങനെ ത്യാഗങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തുടർക്കഥകളായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പടച്ച റബ്ബ് തിരിച്ചു കൊടുത്തത് ആ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈജിപ്തിന്റെ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഒരു തലയെടുപ്പുള്ള ഭരണാധികാരിയായ, ഒരു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായി അദ്ദേഹം വരികയാണ്. പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട ആരുമാരുമില്ലാത്ത ഒരു അനാഥ ബാലനെ പോലെ കഴിഞ്ഞ യൂസുഫ് എന്ന് പറയുന്ന പിഞ്ചു പൈതൽ പിന്നീട് വരുന്നത് ആ ഈജിപ്തിലെ ഭരണാധികാരിയായിട്ടാണ്. അപ്പൊ പടച്ച റബ്ബ് 10 മടങ്ങായി തിരിച്ചു കൊടുത്ത ചരിത്രം അവിടെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയുടെ മനസ്സ് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഖസസിൽ,
വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. ഏറെ കാത്തിരുന്നതിന് ശേഷം അവർ പ്രസവിച്ചു നോക്കുമ്പോൾ ആ ആൺകുഞ്ഞ് സുന്ദരനായൊരു കുട്ടി. ആ കുട്ടിയെ എന്ത് ചെയ്യണം? ഭരണാധികാരികൾ ഫറോവയും കൂട്ടരും അറിഞ്ഞാൽ, കണ്ടുകെട്ടിയാൽ ആ കുട്ടിയെ കൊന്നുകളയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പെട്ടിയിലാക്കി പുഴയിൽ ഒഴുക്കുകയാണ്. പക്ഷെ അവരുടെ മനസ്സ് വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ, ഒരു ഇരിക്കപ്പൊറുതിയില്ല എന്ന് നമ്മൾ പറയില്ലേ, ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റില്ല, അങ്ങനത്തെ വല്ലാത്ത ഒരു മാനസികമായ അവസ്ഥ. ലൗലാ അൻ റബത്നാ അലാ ഖൽബിഹ, നാം അവളുടെ ഹൃദയത്തിന് ശക്തി പകർന്ന് അതിനെ ബന്ധിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവർ തകർന്നു പോകുമായിരുന്നു എന്ന്. ആ കൂട്ടത്തിൽ നിന്ന്, ആ ത്യാഗത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ നിന്ന് പിന്നെ തിരിച്ചു വരുന്നത് ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്നെ അള്ളാഹു തിരിച്ചു കൊടുത്തു. ആ ഉമ്മയുടെ കൈകളിലേക്ക് പിഞ്ചു പൈതലിനെ കിട്ടുകയാണ്. ഏത് സാഹചര്യത്തിൽ? ആൺകുട്ടികൾ ജനിച്ചു എന്നറിഞ്ഞാൽ തേടിപ്പിടിച്ചു കൊല്ലുന്ന ഒരു ഭരണാധികാരിയും ഭരണകൂടവും ഒക്കെയുള്ള കാലഘട്ടത്തിൽ ആ ഉമ്മ പടച്ചറബിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ അള്ളാഹു ആ ഉമ്മയുടെ കൈകളിലേക്ക് തന്നെ ആ പിഞ്ചു പൈതലിനെ കൊടുക്കുകയും ഉമ്മയെ തന്നെ മുലയൂട്ടുവാൻ ഏൽപ്പിക്കുകയും അതിന്റെ കൂലി ആ ഭരണാധികാരിയിൽ നിന്ന് പറ്റുകയും ചെയ്യുന്ന അത്ഭുതകരമായ പടച്ചറബിന്റെ ഇടപെടലുകൾ. സഹോദരങ്ങളെ, ഇതാണ് ചരിത്രം. ഇനിയുമുണ്ട്. അസ്ഹാബുൽ കഹ്ഫ്, വെള്ളിയാഴ്ചയിൽ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ ആ ചെറുപ്പക്കാരുടെ ചരിത്രം, അതേപോലെ മുഹാജിറുകളുടെ ചരിത്രം, നാടും വീടും എല്ലാം വിട്ട് റബ്ബിന്റെ മാർഗത്തിൽ അവർ ത്യജിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത ചരിത്രം. അത് സ്വഹാബികളുടെയും അതേപോലെ മുൻകഴിഞ്ഞ ആളുകളുടെയും മാത്രമല്ല, ഇമാമികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സഹിച്ച ത്യാഗം, അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ പരിഹസിക്കപ്പെടുകയും ഭരണാധികാരികളാൽ ജയിലിലടക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ഇമാം അഹ്മദിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം. ഇങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുത്ത പടച്ചറബിന്റെ ഇടപെടലാണ്, അള്ളാഹുവിന്റെ പാരിതോഷികമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഞാൻ ഓതിവെച്ച ആയത്ത്, തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് സൂറത്തുൻ നിസായിലെ 100-ാമത്തെ ആയത്താണ്. അള്ളാഹു പറയുന്നു, വമൻ യുഹാജിർ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ, നാട് വിട്ടുപോകാൻ തയ്യാറായി കഴിഞ്ഞാൽ, നാട് വിടേണ്ട സാഹചര്യത്തിൽ അഥവാ ഇസ്ലാമായി മുസ്ലിമായി പടച്ചറബിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രതികൂല സാഹചര്യം, അത് ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിലും ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ സലാമത്തദ്ദീനി വൽ ഇബാദ, എന്റെ ദീന് സംരക്ഷിക്കണം, എനിക്ക് ഇബാദത്ത് സുരക്ഷിതമായി ചെയ്യാൻ പറ്റണം എന്ന ആ രീതിയിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറല്ല. ദീൻ ഒഴിവാക്കിയാലും ഇബാദത്ത് ചെയ്തില്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ കൂടിക്കോളാം എന്ന് പറയാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ എല്ലാം ത്യജിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ, അയാൾ ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനം കണ്ടെത്തും, വിശാലത അയാൾക്ക് കിട്ടും. എവിടെ പോകാൻ? ആരുമില്ല, ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് അള്ളാഹു നൽകുന്ന ഓഫറാണ് യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ, ധാരാളക്കണക്കിന് അഭയകേന്ദ്രം, അതേപോലെ വിശാലമായ ജീവിത സാഹചര്യങ്ങൾ. വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹ്, അങ്ങനെ പടച്ചറബിന്റെ മാർഗത്തിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തിന്മകളോട് രാജിയാകാതെ അതുമായി സഹകരിക്കാതെ ഇറങ്ങിപ്പുറപ്പെടേണ്ട ആളുകളാണെങ്കിൽ ആ ഘട്ടത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിച്ച് ആരെങ്കിലും അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു, സുമ്മ യുദ്രികുഹുൽ മൗത്ത്, പോകുന്ന വഴിക്ക് അയാൾ മരിച്ചു എന്നിരിക്കട്ടെ, ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, തീർച്ചയായും അയാൾക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ അനിവാര്യമായും കിട്ടിക്കഴിഞ്ഞു എന്നാണ്. അയാളുടെ ഹിജറ പൂർത്തിയായില്ല എന്ന് നമുക്ക് തോന്നിയാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ ഒരാൾ നാടും വീടും വിട്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആ നിയ്യത്തിലൂടെ, ഒന്നാമത്തെ സ്റ്റെപ്പ് വെക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം തീർച്ചപ്പെട്ടു എന്നാണ്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും വളരെയധികം കരുണ ചെയ്യുന്നവനുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോ അള്ളാഹുവിന് വേണ്ടി അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് വേണ്ട എന്ന് വെക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും
അള്ളാഹു ധാരാളമായി തിരിച്ചു നൽകും, പകരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ തറക്കൽ ലിബാസ തവാളുഅൻ ലില്ലാഹ്. ഒരാൾക്ക് യഥേഷ്ടം സമ്പത്തും സൗകര്യങ്ങളും ഉണ്ട്, ആർഭാടത്തിന്റെ വലിയ വലിയ വസ്ത്രങ്ങൾ ധരിക്കാൻ അയാൾക്ക് സാധിക്കും. പക്ഷേ പടച്ചറബിനോടുള്ള വിനയം കാരണത്താൽ എനിക്കത് വേണ്ട, നഗ്നത മറക്കാൻ ഒരു വസ്ത്രം മതി എന്നിങ്ങനെ ആഡംബരം ഒഴിവാക്കി വിനയത്തിന്റെ വസ്ത്രം എല്ലാം ഉണ്ടായിട്ടും അയാൾ സ്വീകരിക്കുന്നുവെങ്കിൽ വഹുവ യഖ്ദിറു അലൈഹി, അയാൾക്ക് സാധിക്കും. അയാളൊന്ന് മനസ്സ് വെച്ചാൽ 10,000ങ്ങളുടെ ഡ്രസ്സ് വാങ്ങിയിടാൻ അയാൾക്ക് സാധിക്കും. എന്നാലും അയാൾ അത് വേണ്ട എന്ന് വെച്ചാൽ ദഅാഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളെ അള്ളാഹു പ്രത്യേകം വിളിക്കും. അലാ റൂസിൽ ഖലായിഖ്, ജനകോടികളായ സൃഷ്ടികളുടെ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഇന്നാലിന്ന വ്യക്തി അള്ളാഹുവിന്റെ വിളി കേട്ട് അയാൾ വരികയാണ്. ഹത്താ യുഖയ്യിറഹു മിൻ അയ്യി ഹുലലിൽ ഈമാൻ, വിശ്വാസികൾ ധരിക്കുന്ന സ്വർഗീയ പുടവകളിൽ നിന്ന് നീ ഇഷ്ടപ്പെടുന്നതെടുത്ത് ധരിച്ചോ എന്ന് പറഞ്ഞ് അയാളുടെ മുന്നിൽ സമർപ്പിച്ചു കൊടുക്കും അള്ളാഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരം ജനങ്ങളെല്ലാവരും നോക്കി നിൽക്കെ അള്ളാഹു അയാളെ ആദരിച്ചുകൊണ്ട് നൽകുമെന്നാണ്. അഥവാ ഇഖ്ലാസും സത്യസന്ധതയും നിറഞ്ഞ റബ്ബിന് വേണ്ടിയാണോ അത് ഒഴിവാക്കിയത്, അതല്ല പിശുക്കുകൊണ്ടാണോ, വേറെ ഏതെങ്കിലും കാരണങ്ങളാലാണോ, റബ്ബിനറിയാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ, മൻ ഖലമ ഗൈലൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ഒരാൾ തന്റെ ദേഷ്യം, കോപം കടിച്ചമർത്തുകയാണ്, അയാൾക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാനും പറയാനും ഒക്കെ ത്രാണിയുണ്ട്, കെൽപ്പുണ്ട്, അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. എന്നാലും അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ്, എന്റെ ദേഷ്യവും എന്റെ വെറുപ്പും വിദ്വേഷവും എല്ലാം പ്രകടിപ്പിക്കാതെ അടക്കി വെക്കുന്നു. വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ആ വെറുപ്പും വിദ്വേഷവും ഏതു രൂപത്തിൽ വേണമെങ്കിലും നടപ്പാക്കാൻ കഴിവും കെൽപ്പുമുള്ള വ്യക്തിയായിരുന്നിട്ടും അത് വേണ്ട, റബ്ബിന് വേണ്ടി അയാൾ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ ദഅാഹുല്ലാഹു തബാറക വതആല അലാ റൂസിൽ ഖലായിഖ്, ഖിയാമത്ത് നാളിൽ ജനങ്ങളെല്ലാവരും സമ്മേളിക്കുന്ന ആ സദസ്സിൽ വെച്ച് അള്ളാഹു ആ മനുഷ്യനെ പ്രത്യേകം വിളിക്കും. ഹത്താ യുഖയ്യിറഹു മിൻ അയ്യിൽ ഹൂരി ഷാഅ, അയാൾ ഉദ്ദേശിക്കുന്ന ഹൂറുൽ ഈനിൽപ്പെട്ട നല്ല സ്വർഗീയമായ ഇണകളെ അയാൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി വിളിക്കുമെന്നാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അർഹപ്പെട്ടതല്ല, വേണ്ട, അള്ളാഹ് എന്നോട് വിലക്കിയതാണ് എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് വെച്ച് മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ, കളവിലൂടെ അതേപോലെ തന്നെ കൈക്കൂലിയിലൂടെ ആരെങ്കിലുമൊക്കെ കണ്ണടക്കുന്ന അല്ലെങ്കിൽ ആരും അറിയാതെ എന്റെ കയ്യിലേക്ക്, എന്റെ പോക്കറ്റിലേക്ക് ആക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷെ റബ്ബ് കാണും, ആ റബ്ബിന് വേണ്ടി ഞാൻ വേണ്ട എന്ന് വെക്കുകയാണ്. അങ്ങനെ കളവ് നടത്താത്ത, പറ്റിക്കാത്ത, ചതിയും വഞ്ചനയും വേണ്ട എന്ന് വെക്കുന്ന, കൈക്കൂലി ആളുകൾ കൊണ്ടുവന്ന് തന്നിട്ടും വേണ്ട എന്ന് വെക്കുന്ന, അങ്ങനെ അമാനത്തോടുകൂടി പടച്ചറബിനെ ഭയന്നുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും ഒക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അങ്ങനെ ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചാൽ അള്ളാഹ് കൊടുക്കും എന്ന് പറഞ്ഞ ആ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വലൗ ഇത്തഖസാരിഖു, കളവ് നടത്താൻ എന്തുകൊണ്ടും സാഹചര്യങ്ങൾ ഒരുങ്ങി വന്ന ഒരു മനുഷ്യൻ സൂക്ഷിക്കുകയാണ് പടച്ചറബിനെ പേടിച്ചുകൊണ്ട്. തന്നെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ, അനുവദനീയമല്ലാത്ത ആ സമ്പത്ത് എനിക്ക് വേണ്ട എന്ന് വെച്ച് റബ്ബിനെ ഓർത്ത് അയാൾ മാറ്റിവെക്കുന്നുവെങ്കിൽ ലആതാഹുല്ലാഹു മിസ്ലഹു ഔ ഖൈറൻ മിൻഹു ഹലാല, അള്ളാഹു അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് ദുനിയാവിൽ തന്നെ അയാളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മുടെ മനസ്സെവിടെയെന്ന് ചോദിച്ചാൽ അത് പോയാ പോയില്ലേ എന്നിടത്ത് ചിന്തിക്കുമ്പോൾ പടച്ചറബിലുള്ള വിശ്വാസക്കുറവ് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കുവാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ആ നിസ്സാരമായ ലാഭത്തിന് വേണ്ടി വലിയ ലാഭങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇത് ലാഭം എന്ന് പറയാൻ പറ്റുമോ? അത് നഷ്ടമാണ്. നമ്മുടെ ശാപവും അതേപോലെ തന്നെ അന്ത്യവുമാണ് അതിലൂടെ കുറിക്കുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ വീക്ഷണത്തിന് കാരണം പറഞ്ഞത്, തെളിവ് നിരത്തിയത് അള്ളാഹുവിന്റെ കലാമാണ്, പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അള്ളാഹ് പറഞ്ഞില്ലേ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആരെങ്കിലും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തിന്മകൾ വേണ്ട എന്ന് വെച്ച് നന്മകൾ ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടാൽ യജ്അൽ ലഹു മഖ്റജ,
അയാളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു ഒരു തുറവിയും ആശ്വാസവും ഉണ്ടാക്കി കൊടുക്കും. അയാൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരാൾക്ക് നിഷിദ്ധമായത്, അനുവദനീയമല്ലാത്തത് ഒഴിവാക്കുന്നതിലൂടെ അള്ളാഹുവിനെ അയാൾ സൂക്ഷിക്കുകയാണ്, ഭയക്കുകയാണ്. ആരും തടയാനില്ല, ആരും ചോദ്യം ചെയ്യാനില്ല. എനിക്ക് വേണമെങ്കിൽ അതെടുക്കാം. പക്ഷേ അത് ഹലാലല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അത് ഒഴിവാക്കുന്നുവെങ്കിൽ റസഖഹുല്ലാഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ആ ഖുർആനിന്റെ വചനം പറഞ്ഞതുപോലെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട്, റബ്ബിനെ ഓർത്തുകൊണ്ട് ആ തെറ്റ് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ അള്ളാഹു അയാൾക്ക് വിചാരിക്കാത്ത രീതിയിൽ കൊടുക്കുമെന്നാണ്. അപ്പോ ഒരു കളവ് ചെയ്യുന്ന ആള് പോലും കളവ് ചെയ്യാതെ മാറി നിൽക്കുന്നുവെങ്കിൽ അള്ളാഹു ദുനിയാവിൽ തന്നെ ഹലാലായത് അയാൾക്ക് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിനേക്കാൾ വലിയ പരലോകം, ആ ഏറ്റവും വലിയ പടച്ചറബിന്റെ സ്നേഹവും പൊരുത്തവും നേടിയെടുക്കാൻ മുഹാജിറുകൾ സ്വീകരിച്ച ആ പാതയിലൂടെ റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് ത്യജിക്കുവാനും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സ്വീകരിക്കുവാനുമുള്ള മനസ്സും സന്നദ്ധതയും നമുക്കുണ്ടെങ്കിൽ മുഹാജിറുകളുടെ കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കുവാനും സൂക്ഷിക്കുവാനും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിലുള്ള മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താക്കന്മാർക്ക് വേണ്ടി വസ്ത്രം ഒഴിവാക്കിയ, ജീവിച്ചു വന്ന സാഹചര്യങ്ങളും വിശ്വാസങ്ങളും ആദർശങ്ങളും മാറ്റിയ ഭാര്യമാരുണ്ടാകും. അതേപോലെ ഭാര്യമാർക്ക് വേണ്ടി താടി വടിച്ച, ഇസ്ലാമികമായ സംസ്കാരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഒഴിവാക്കിയ ഭർത്താക്കന്മാരും ഉണ്ടായിരിക്കും. പക്ഷെ റബ്ബിന് വേണ്ടി ഒഴിവാക്കിയ വല്ലതും പറയാനുണ്ടോ എന്നതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതേപോലെ സഹോദരങ്ങളെ, മുഹറം മാസത്തിലാണ് നമ്മൾ ഉള്ളത്. മുഹറം മാസത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. ഒന്ന്, മുഹറം മാസത്തിലെ 9-10 ദിവസങ്ങളിലെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അഫ്ളലുസ് സിയാമി ബഅദ ശഹരി റമളാൻ. റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന് അള്ള പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ചു പറഞ്ഞ ആ മാസത്തിലെ നോമ്പാണ്. അത് മുമ്പേ കാലഘട്ടങ്ങളിൽ തന്നെ ആളുകൾ നോമ്പെടുത്ത് വന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികൾ അത് നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ആ ദിവസത്തിൽ നോമ്പെടുക്കുന്നത്? അവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ അറിയിച്ച സ്വഹീഹായ ഹദീസിൽ കാണാം, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ അള്ളാഹു ഫിർഔനിന്റെ കൈകളിൽ നിന്ന്, അവരുടെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അഥവാ ആ ചെങ്കടൽ കടന്ന് മറുകര എത്തിയ വിശ്വാസികളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും രക്ഷപ്പെട്ട ഫിർഔനും കൂട്ടരുമൊക്കെ മുങ്ങി നശിച്ച ആ ദിവസം അതാണ്. അങ്ങനെ രക്ഷപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി മുഹറം 10 നോമ്പെടുത്തു വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് എന്തുകൊണ്ടും കടപ്പെട്ടവർ ഞങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും വഅമറ ബിസ്വിയാമിഹി, സ്വഹാബത്തിനോട് ആ ദിവസം നോമ്പെടുക്കാൻ പറയുകയും ചെയ്തു. പിൽക്കാലത്ത് ജൂത ക്രൈസ്തവരുടെ ആചാരങ്ങളോട് എതിരാവുക എന്ന നിയമം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9 നോക്കും. അങ്ങനെയാണ് മുഹറം 9ഉം 10ഉം നോമ്പെടുക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാണ് ആ നോമ്പ് എന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ്
വരുന്ന വ്യാഴവും വെള്ളിയും നമ്മൾ ആ നോമ്പെടുക്കാൻ പ്രത്യേകം മനസ്സ് വെക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ദിവസങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ള സംഗതിയാണ്. അള്ളാഹ് അവന്റെ പ്രവാചകന്മാരെയും ഔലിയാക്കളെയും രക്ഷപ്പെടുത്തിയ, അള്ളാഹു ആദരിച്ച മാസം. പക്ഷെ പല ആളുകളെയും ആ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങാൻ വല്ലാത്ത പേടിയും ബേജാറും വെപ്രാളവുമായിട്ട് മുഹറം 10 കഴിയട്ടെ അല്ലെങ്കിൽ മുഹറം കഴിയട്ടെ എന്ന് പറഞ്ഞ് ഈ ദിവസങ്ങൾക്കൊക്കെ നഹസ് കാണുന്ന ഒരു രീതി, അത് ഈമാനുള്ള പടച്ചറബിൽ വിശ്വാസമുള്ള തൗഹീദും തവക്കുലും മനസ്സിലാക്കിയ ഒരു വിശ്വാസിയുടെ മനസ്സിലും ഉണ്ടാകുവാൻ പാടില്ലാത്ത തെറ്റായ ചിന്താഗതിയാണ്. ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലഹിയോട് ആ നാട്ടിലുണ്ടായിരുന്ന ഇത്തരം ആചാരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ചോദിക്കുന്നു. വളരെ രൂക്ഷമായ രീതിയിൽ അദ്ദേഹം അതിന് പ്രതികരിച്ച് മറുപടി കൊടുത്തത് അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞത്, ഇന്നഹാ മിൻ സുന്നത്തിൽ യഹൂദ്, ജൂതന്മാരുടെ സുന്നത്താണ്, ചര്യയാണത് എന്നാണ്. ലാ മിൻ ഹദിയിൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം, പടച്ച റബ്ബിൽ എല്ലാം തവക്കുലാക്കി അള്ളാഹ് നിശ്ചയിച്ചത് വരും. ഖൈറും ഷർറും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹ് നിശ്ചയിക്കുന്നത് പോലെ സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിച്ച് റബ്ബിൽ തവക്കുലാക്കുന്ന വിശ്വാസികളുടെ സമ്പ്രദായമേ അല്ല, അത് ജൂതന്റെ പാരമ്പര്യമാണ്, പിശാചിന്റെ ആശയമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ തെറ്റായ വിശ്വാസവും ആചാരവും നമ്മുടെ വിവാഹം നിശ്ചയിക്കാൻ, പെരപണി എല്ലാം കഴിഞ്ഞിട്ടും പെരയിലേക്ക് കയറി താമസിക്കാൻ യാതൊരു തടസ്സമല്ല. മുഹറം ഒരു തടസ്സമായി കാണുന്ന ആളുകൾ അത് അവരുടെ വിശ്വാസത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ പുഴുക്കുത്താണ് എന്ന് മനസ്സിലാക്കി തിരുത്തുവാൻ തയ്യാറാവുക. അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹ് നിശ്ചയിച്ചത് വരും എന്ന വിശ്വാസത്തോടുകൂടി മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസികൾ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സന്ദർഭങ്ങളിലും ശരിയായ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ഈമാനികമായി ഉയർച്ച കൈവരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യവും ആഫിയത്തും അതേപോലെ നല്ല രീതിയിലുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.